നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അമ്മേ, അമ്മ കഴിക്കാൻ വരുന്നില്ലേ? ദാ അത്താഴം എടുത്തു വെച്ചിട്ടുണ്ട്. അവളുടെ ഷുഗർ രോഗിക്കുള്ള അത്താഴമല്ലേ, എനിക്കെങ്ങും വേണ്ട. അതെ, അമ്മയ്ക്ക് ആഹാരം തരുന്ന ഏട്ടത്തിൽ നിർത്തി. ഇത് ഞാൻ ഉണ്ടാക്കിയതാ. അമ്മയ്ക്ക് ഇഷ്ടം പോലെ കഴിക്കാം. വേണ്ട, ഇന്നത്തെ റേഷൻ അവളുടെ വകയാണെന്നല്ലേ പറഞ്ഞത്. അതിൽ കൈ കടത്തിയിട്ട് ബാക്കിയുള്ളവരുടെ പഴി കൂടി നീ കേക്കണ്ട. ഒരു രാത്രി പട്ടിണി കിടന്നോണ്ടൊന്നും എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അമ്മ വെറുതെ വാശി പിടിക്കാതെ വരുന്നുണ്ടോ? ബാക്കിയുള്ളവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. കഴിച്ചില്ലെങ്കിൽ നാളെ മുതൽ ഞാനും അമ്മയ്ക്ക് വെച്ച് വിളമ്പുന്ന പണിയങ്ങ് നിർത്തും. എങ്കിലും അതാടി നല്ലത്. നിനക്കൊക്കെ ഇത്രയും കാലം വെച്ച് വിളമ്പി തന്നതിന് എനിക്ക് ഇങ്ങനെ തന്നെ കിട്ടണം. വച്ചു വിളമ്പി തന്ന കഥയൊന്നും പറയണ്ട. ഇതൊക്കെ ലോകത്തെ എല്ലാ അമ്മമാരും മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന കടമയാത്. ഇതുവരെ അമ്മയ്ക്ക് തരേണ്ട എല്ലാ ബഹുമാനവും മര്യാദയും ഞങ്ങൾ തന്നിട്ടുണ്ട്. പകരം ഞങ്ങൾക്കമ്മ ഈ അടുത്ത കാലത്ത് എന്താ തന്നെന്നറിയാലോ. അതൊക്കെ മറന്നുകൊണ്ട് വീണ്ടും ഞങ്ങൾ അമ്മയെ ഒപ്പം ചേർത്തിരിക്കുകയാണ്. അതമ്മ മനസ്സിലാക്കണം. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് സത്യ. ഞാൻ ഇവിടെ നിങ്ങളുടെ ചങ്ങലയിൽ കിടന്നാ നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നോളാവുന്ന്. ഇതല്ലേ നീ പറഞ്ഞു വരുന്നത്? ചങ്ങലയിലൊന്നും കിടക്കണ്ട. ആവശ്യമില്ലാത്ത കണക്ഷൻസ് കട്ട് ചെയ്താൽ മതി. പ്രത്യേകിച്ച് ഹർഷയായിട്ടുള്ള ബന്ധം. നീ അത് ഇതുവരെ വിട്ടില്ലേ ശ്യാമേ? നിനക്കുള്ള മറുപടി ഞാൻ നേരത്തെ തന്നാണല്ലോ. അതുപോലെ നിനക്ക് ശ്യാമേട്ടന് പോരാഞ്ഞിട്ടല്ല, അമ്മ നന്നാവുമെങ്കിൽ നന്നാവട്ടെ എന്ന് കരുതി ശ്യാമേട്ടൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഓർമ്മിപ്പിച്ചോ? പക്ഷേ പേടിപ്പിക്കണ്ട. എന്റെ വീട്ടിൽ എനിക്ക് സ്വതന്ത്രമായി ജീവിക്കണം. എനിക്കിഷ്ടമുള്ളിടത്ത് ഞാൻ പോവും, എനിക്കിഷ്ടമുള്ളവരെ കാണുകയും ചെയ്യും. ഈ പ്രായത്തിലേ എന്നെ അതിൽ നിന്ന് തടയാൻ നോക്കണ്ട, കേട്ടല്ലോ. എന്താണോ? ഏയ് ഒന്നുമില്ല ഇന്ദ്രേട്ടാ, ഞാൻ ഇന്ദ്രേട്ടന്റെ വണ്ടിയുടെ ശബ്ദം കേട്ട് വന്നതാ. ഇന്ദ്രനോട് നിന്നേ. നിങ്ങളുടെയൊക്കെ നിബന്ധന അനുസരിച്ച് ഈ വീട്ടിൽ ജീവിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാ. അതുകൊണ്ട് ഈ വീടിന്റെ ഒരു ഷെയർ എനിക്ക് തന്നാ ഞാൻ അതുമായിട്ട് എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. അപ്പൊ പിന്നെ നിങ്ങൾക്ക് സമാധാനവും കിട്ടും, എനിക്ക് സ്വാതന്ത്ര്യവും കിട്ടും. നീ എന്താ ഒന്നും മിണ്ടാത്തേ? വീട് ഭാഗിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇത് നിങ്ങളെല്ലാവരും കൂടി എടുത്തോ. എന്റെ ഷെയറിന്റെ കാശ് എനിക്ക് വേണം. അതിന് ഈ വീട് ഞങ്ങളുടെ ആരുടെയും പേരിലല്ല, അമ്മയുടെ പേരില. അമ്മയ്ക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ ഒഴിഞ്ഞു തരണമെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഞാൻ നാളെ തന്നെ ഒഴിയാൻ തയ്യാറാ. ഞാനും ഒഴിയാൻ തയ്യാറാ. ഞങ്ങൾക്ക് സ്വത്തൊന്നും വേണ്ട, സമാധാനം മതി. ഏട്ടുമാർക്ക് പോകാൻ ഇടമുണ്ടാവും, പക്ഷേ എന്റെ അവസ്ഥ അതല്ല. എനിക്ക് ശ്യാമേട്ടന് പോകാൻ വേറൊരിടവും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ ജീവിക്കും. ഏയ് ഇല്ല സോനെ, ഇന്ദ്രേട്ടനും സത്യനും ഇല്ലാതെ ഈ വീട്ടിൽ നമ്മൾ തുടരില്ല. അമ്മ ഒറ്റയ്ക്ക് സുഖമായിട്ട് ഇവിടെ ജീവിക്കട്ടെ. നീ വാ. വരാനല്ലേ പറഞ്ഞേ? അമ്മേ, ഒരു കുടുംബമാവുമ്പോൾ പരസ്പരം അറിഞ്ഞും അഡ്ജസ്റ്റ് ചെയ്തും ജീവിക്കണം. ആർക്കും ആരെയും ഭരിക്കാനൊന്നും ഇനി പറ്റില്ല. മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാവുന്നതൊന്നും കൂട്ടത്തിൽ ഒരാൾ ചെയ്യാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. അല്ല, ഇനി അങ്ങനെ അല്ലെങ്കിൽ അമ്മയ്ക്ക് അമ്മയുടെ ഇഷ്ടം പോലെ അങ്ങ് ചെയ്യാം. അനുവാ.